നമസ്കാരം. കമ്പ്യൂട്ടർ ഹാർഡ്വെയർസിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പാസീവ് കോമ്പണൻസിനെ പറ്റിയായിരുന്നു. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ആ പ്ലേലിസ്റ്റിലൊന്ന് പോയി നോക്കിയാൽ മതി, അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറയാൻ പോകുന്നത് ആക്റ്റീവ് കോമ്പണൻസിനെ പറ്റിയാണ്. ആക്റ്റീവ് കോമ്പണൻസ് എന്ന് പറയുമ്പോൾ ഇതിനെന്ത് വേണമെന്ന് പറഞ്ഞാൽ, ഓപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈ വേണം, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ആയിട്ടൊരു പവർ സോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആക്റ്റീവ് കോമ്പണൻറ്റുകൾ എന്ത് ചെയ്യാൻ പറ്റൂ, വർക്ക് ചെയ്യിപ്പിക്കാൻ, ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റൂ. അതുപോലെ ഇതിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നലിനനുസരിച്ച് മാറും. അതുകൊണ്ടാണ് ഡൈനാമിക് ബിഹേവിയർ എന്ന് പറയുന്നത്. ഒരേപോലെ അല്ല എപ്പോഴും. അതുപോലെ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ ഇലക്ട്രിക്കൽ സിഗ്നലുകളെ മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അതിനകത്ത് ചേഞ്ചസ് വരുത്താം. ആക്റ്റീവ് കോമ്പണൻസ് മെയിനായിട്ട് അതിനാണ് യൂസ് ചെയ്യുന്നത്. ചേഞ്ചസ് വരുത്തുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവാം? സിഗ്നലിനെ ജനറേറ്റ് ചെയ്യലാവാം. പിന്നെ നിങ്ങൾക്കറിയാം മോഡുലേഷനും ഡിമോഡുലേഷനും എന്താണെന്നാണ്. മോഡുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സിഗ്നലിനകത്ത് നമ്മളെ ഡാറ്റേനെ അറ്റാച്ച് ചെയ്തിട്ട്, കാരിയർ സിഗ്നൽ പോലെ, കാരിയർ സിഗ്നലിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റേനെ അറ്റാച്ച് ചെയ്ത് സെൻഡ് ചെയ്യും. റിസീവർ സൈഡിൽ എത്തുമ്പോൾ ആ കാരിയർ സിഗ്നലിനെ അങ്ങോട്ട് ഫിൽട്ടർ ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഡാറ്റ മാത്രം റിട്രീവ് ചെയ്യും. മോഡുലേഷനും ഡിമോഡുലേഷനും ഒക്കെ അങ്ങനെ, അതാണ് അതിൻ്റെ ഒരു ഫങ്ഷനിങ് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മോഡം എന്നൊക്കെ. അപ്പോൾ അത് ചെയ്യാം. അതുപോലെ ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിഗ്നലിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. പിന്നെ സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ നോർമൽ സ്വിച്ചസിൻ്റെ ഒക്കെ ഫങ്ഷൻ എന്താ, കൺട്രോളിങ് ആണല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്യാം, വേണ്ടെങ്കിൽ ആവശ്യം കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. അവിടെ നമ്മൾ എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നത്? വൈദ്യുതി അല്ലേ, ഇലക്ട്രിസിറ്റീനെ കൺട്രോൾ ചെയ്യുന്നില്ലേ. അതുപോലെ അങ്ങനെയുള്ള കൺട്രോളിങ്ങിന് ഇവിടെ ഇലക്ട്രിസിറ്റി ആയിക്കൊള്ളണം എന്നില്ല, വേറെ എന്തെങ്കിലുമൊക്കെ കൺട്രോളിങ്ങും നടക്കാം. അപ്പോൾ അങ്ങനെയുള്ള സ്വിച്ചിങ്, ഇതൊക്കെയാണ് ഇത് മെയിനായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. എല്ലാ ആക്റ്റീവ് കോമ്പണൻസും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഒരു സർക്യൂട്ടിനകത്തുള്ള ഇലക്ട്രിക്കൽ കറണ്ട് ഫ്ലോയിനെ എത്രത്തോളം അതിന് കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി ഉണ്ടല്ലോ, അതിനനുസരിച്ച് നമ്മൾ ഈ ആക്റ്റീവ് കോമ്പണൻസിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ചില എക്സാമ്പിൾസ്, ഒരു 3 എക്സാമ്പിളേ നിങ്ങളെ ടെക്സ്റ്റിലും സിലബസിലും ഒക്കെ പറയുന്നുള്ളൂ. അതും വിശദമായിട്ടൊന്നുമില്ല, ഭയങ്കര ജനറൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ബേസിക് ആയിട്ടുള്ള നോളജും വിവരങ്ങൾ മാത്രമേ അതിലുള്ളൂ. അതിലൊന്ന് ഡയോഡ്സ് ആണ്, രണ്ടാമത്തത് ട്രാൻസിസ്റ്റേഴ്സ്, മൂന്നാമത്തതാണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. നമുക്ക് ആദ്യത്തെ ഡയോഡിനെ പറ്റി പറയാം. ഡയോഡ്സ് നിങ്ങൾക്ക് കാണാം, ഒരു ഫിഗർ കാണാം അതിനകത്ത്. അതാണ് അതിൻ്റെ സിമ്പല് ചോദിച്ചാൽ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഡയോഡിനെ പറ്റി നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങളോടിപ്പോൾ ആക്റ്റീവ് കോമ്പണൻസ് ചോദിച്ചാൽ, സപ്പോസ് അത് ആ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ, ഇത് 3 എഴുതണം, 3ൻ്റെയും സിമ്പിൾസ് വരയ്ക്കണം. അതുപോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതണം. പിന്നെ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട് ഇതിന്, അതെന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. റിയൽ ഇമേജുകളൊന്നും നിങ്ങൾ വരയ്ക്കൊന്നും വേണ്ട, ഇങ്ങനെയുള്ള സിമ്പലുകൾ മാത്രം വരയ്ക്കുക. അത് തെറ്റാതെ വരയ്ക്കാൻ ഓർക്കുക. പിന്നെ ഡിസ്ക്രൈബ് ചെയ്യുക, എന്താണ് ആ ഫിഗർ എന്ന് ഡിസ്ക്രൈബ് ചെയ്യുക, ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. പിന്നെ മെയിനായിട്ടുള്ള എന്തിനൊക്കെയാണ് ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നുകിൽ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഡിവൈസുകൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങളത് 10 മാർക്കിനൊക്കെ ചോദിക്കുന്നതെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ട് തന്നെ എഴുതണം. ഒരു ഡീറ്റെയിലും അതിനകത്തുനിന്ന് മിസ്സാവാൻ പാടില്ല. അപ്പോൾ ഡയോഡുകൾ എന്ന് പറഞ്ഞാൽ, ഇത് ആലോചിക്കുക, ഡയോഡുകൾ, ട്രാൻസിസ്റ്റർ, അതുപോലെ IC ചിപ്പ് പറയുമ്പോൾ ഇതൊക്കെ തന്നെ ഫണ്ടമെൻ്റൽ ഇലക്ട്രോണിക് കോമ്പണൻസ് ആണ്, ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോമ്പണൻസ് ആണ് മൂന്നും. ആ പോയിന്റ് എല്ലാത്തിലും എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഡയോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ആരോ മാർക്ക് ഉണ്ട്, പിന്നെ ഒരു വെർട്ടിക്കൽ ലൈനും ഉണ്ട് അല്ലേ. നമ്മൾ ആരോ മാർക്കിൻ്റെ അല്ലെങ്കിൽ ആ ഫിഗറിൻ്റെ ലെഫ്റ്റ് സൈഡിനെ കാണിച്ചിരിക്കുന്ന ആനോഡ് എന്നാണ്. ആനോഡിൻ്റെ ചാർജ് നിങ്ങൾക്കറിയാം പോസിറ്റീവാണ്. കാഥോഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അത് കാഥോഡിൻ്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആരോ മാർക്കിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അങ്ങോട്ട് മാത്രമേ എന്ത് ചെയ്യൂ, കറണ്ട് ഫ്ലോ ചെയ്യൂ. തിരിച്ച് കറണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്ത് കളയും. ഇപ്പം നമ്മളെ കാഥോഡ് എന്ന് എഴുതിയെടുത്തുനിന്ന് ആനോഡിലേക്ക് എന്ത് ഉണ്ടാവില്ല, കറണ്ടിൻ്റെ ഫ്ലോ നടക്കുന്നില്ല ഈ ഫിഗർ അനുസരിച്ച്.
അതാണ് ആ ഫോർവേഡ് ഡയറക്ഷൻ എന്ന് കാണിച്ചിരിക്കുന്നത്. ആ ഫോർവേഡ് ഡയറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യൂ, കറണ്ട് ഫ്ലോ ചെയ്യൂ. അത് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെയാണ് സെമി കണ്ടക്ടർ. എല്ലാത്തിലും ഓർക്കുക, സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്ന് എഴുതണം, അതുപോലെ ഫണ്ടമെന്റൽ ഇലക്ട്രോണിക് കോമ്പണന്റ് എന്നും ഇത് മൂന്നിലും എഴുതണം കേട്ടോ. അപ്പോൾ ഈ ഡയോഡുകൾ മിനിമൽ റെസിസ്റ്റൻസ് കൊണ്ട് വെച്ചാൽ റെസിസ്റ്റൻസ് പൊതുവെ ഡയോഡുകൾക്ക് ഭയങ്കര കുറവായിരിക്കും. റെസിസ്റ്റൻസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, കറണ്ടിനെ കടത്തി വിടാതിരിക്കാനുള്ള ടെൻഡൻസിയാണ്. അപ്പോൾ ഇതിനെ വിടാതിരിക്കാൻ മിനിമൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, കടത്തി വിടാനുള്ള ടെൻഡൻസി ഉണ്ട്, തടസ്സമൊന്നുമില്ല, പെട്ടെന്ന് കടത്തി വിടും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് ഇത് ഇലക്ട്രിസിറ്റിനെ കടത്തിവിടുന്നത്. ഇറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി വിത്ത് മിനിമൽ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് കുറച്ചിട്ടാണ് കടത്തിവിടുന്നത്. അതുപോലെ തന്നെ അങ്ങനെയാണ് ഇതിനെ കറണ്ടിനത് പാസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ റിവേഴ്സ് ഡയറക്ഷനിൽ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ പറഞ്ഞു, റിവേഴ്സ് ഡയറക്ഷനിലാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് വന്നാൽ അത് എന്ത് ചെയ്യില്ല എന്ന് പറഞ്ഞു, പാസ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എന്തായിട്ട് പറയാം, റിവേഴ്സ് ഡയറക്ഷനിൽ ഇതൊരു ഇൻസുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാ കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും എന്ന്. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വൈദ്യുത ചാലകങ്ങൾ എന്ന് പറയും മലയാളത്തിൽ. ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കടത്തിവിടുന്ന മെറ്റീരിയലുകളെ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. കടത്തിവിടാത്ത മെറ്റീരിയലുകളെ നമ്മൾ എന്ത് പറയും, ഇൻസുലേറ്റേഴ്സ് എന്ന്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഈ വീടിൻ്റെയൊക്കെ വയറിങ്, ഹൗസിൻ്റെ ഈ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലൊക്കെ അവർ യൂസ് ചെയ്യുന്ന വയറുകൾ, അതിനൊരു ഇൻസുലേഷൻ ഉണ്ടാവും. എന്തിൻ്റെ, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ് ഉണ്ടാവും നമ്മൾ വീടൊക്കെ ഇലക്ട്രിഫൈ ചെയ്യുന്ന സമയത്തുള്ള വയറിന്. അതെന്തുകൊണ്ടാണ്, അത് കറണ്ട് ആ ചെമ്പ് കമ്പിയാണ് നമ്മൾ തൊടുന്ന വെച്ചാൽ നമുക്ക് ഷോക്കടിക്കും. അപ്പം അത് ഷോക്കടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇൻസുലേറ്റ് ചെയ്യും പ്ലാസ്റ്റിക് കൊണ്ട്. പ്ലാസ്റ്റിക് കറണ്ട് കണ്ടക്ട് ചെയ്യുന്ന ആളല്ല, അതുകൊണ്ടാണ് അതിനെ ഇൻസുലേറ്റർ എന്ന് വിളിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ടൈപ്സ് ഓഫ് ഡയോഡുകളാണ്. ഇതിനകത്ത് പലതരം ഡയോഡുകൾ തന്നിട്ടുണ്ട്. ഷോട്ട്കി ഡയോഡ്സ്, സെനർ ഡയോഡ്, പിന്നെ LED ഡയോഡ്, പിൻ ഡയോഡ്, അങ്ങനത്തെ ഒരു 4-5 എണ്ണം നിങ്ങൾ ഫോട്ടോ ഡയോഡൊക്കെ ഒരു 2-3 എണ്ണം പഠിച്ചു വയ്ക്കുക പേര്. എന്താണെന്ന് വെച്ചാൽ ഡയോഡിനെ പറ്റി എന്തെങ്കിലും ചോദിക്കുമ്പോൾ 2 എക്സാമ്പിളൊക്കെ എഴുതാൻ വേണ്ടി പഠിച്ചു വയ്ക്കാം. പിന്നെ ഇതിൻ്റെ ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ 3 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഓരോ ഡയോഡിൻ്റെയോ ട്രാൻസിസ്റ്ററിൻ്റെയോ കപ്പാസിറ്ററിൻ്റെയോ ഏതിൻ്റെ ആണെങ്കിലും നിങ്ങൾ പാസീവ് ആയാലും ആക്റ്റീവ് ആയാലും ഫങ്ഷൻസ് ചോദിക്കാം. അപ്പോൾ ഡയോഡിൻ്റെ ആദ്യത്തെ ഫംഗ്ഷനാണ് റെക്ടിഫിക്കേഷൻ. റെക്ടിഫിക്കേഷൻ എന്നൊന്നും കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ഒന്നുമില്ല. AC കറണ്ടിനെ DC കറണ്ടാക്കി മാറ്റുന്നതിനെയാണ് ഇലക്ട്രോണിക്സിൻ്റെ കേസിൽ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി AC DC അറിയില്ലെങ്കിൽ ഞാനിവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്, മനസ്സിലാവുന്ന തോന്നുന്നു. ACക്ക് എന്ത് നടക്കുന്നുണ്ട് ഇവിടെ, ഫ്ലക്ച്വേഷൻ നിങ്ങൾക്ക് കാണാം, കണ്ടോ? 0 എന്ന് പറയുന്നത് ഇത് X and Y ആക്സിസ് ആണ് കണക്കാക്കുക. കണ്ടോ, ഇങ്ങനെ പോയി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് നെഗറ്റീവിലേക്ക് ഇറങ്ങിപ്പോയി. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, പിന്നെയും പോസിറ്റീവിലേക്ക് കയറി വരുന്നു, അതേപോലെ പിന്നെ ഇറങ്ങി പോകുന്നു. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഏത്, AC. DC നോക്കിയേ, DCക്ക് ചേഞ്ചസ് ഒന്നുമില്ല അല്ലേ. DC എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഡയറക്റ്റ് കറണ്ട് എന്നാണ് DCൻ്റെ ഫുൾ ഫോം. അപ്പോൾ ACയിൽ വരുന്നതിന് നെഗറ്റീവ് ഹാഫ് സൈക്കിളുകൾ ഉണ്ടല്ലോ, ഈ വരൻ്റെ താഴേക്ക് വരുന്ന ഈ സംഭവങ്ങളെ മുഴുവൻ എന്താക്കി മാറ്റും, അത് പോസിറ്റീവ് ഹാഫ് സൈക്കിളാക്കി മാറ്റും. എന്നിട്ട് അതിനെ എന്താക്കും, ACനെ DC ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഫ്ലക്ച്വേഷൻ ഒഴിവാക്കാൻ തന്നെയാണ്. പിന്നെ സിഗ്നൽ മോഡുലേഷൻ. മോഡുലേഷൻ എന്താണെന്ന് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു. നമ്മളൊരു സിഗ്നലിൻ്റെ മുകളിൽ, ഒരു കാരിയർ വേവിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ഒരു കാരിയർ സിഗ്നലിൻ്റെ മുകളിൽ നമ്മുടെ ഡാറ്റയോ, അല്ലെങ്കിൽ ഡാറ്റേനെ ചിലപ്പോൾ നമ്മൾ വേറൊരു സിഗ്നലിൻ്റെ ഫോമിലായിരിക്കും കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഒരു സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് അയക്കും. അപ്പോൾ ഡെസ്റ്റിനേഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാരിയർ സിഗ്നലിൻ്റെ ആവശ്യമുണ്ടോ, ഇല്ല. അപ്പോൾ ആ കാരിയറിനെ നമ്മൾ എടുത്ത് കളയും, നമ്മൾ ഫിൽട്ടർ ചെയ്ത് കളയും. നമുക്ക് ആവശ്യം എന്തേ ഉള്ളൂ, നമ്മുടെ ഡാറ്റ മാത്രം മതി, ഒറിജിനൽ സിഗ്നൽ മാത്രം മതി, അല്ലെങ്കിൽ ഒറിജിനൽ ഡാറ്റ അത് മാത്രം എക്സ്ട്രാക്ട് ചെയ്യും. എക്സ്ട്രാക്റ്റിൻ്റെ സ്പെല്ലിംഗ് അവിടെ ജസ്റ്റ് ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ട്, എക്സ്ട്രാക്റ്റ് എന്നാണ്, കൺഫ്യൂഷൻ വേണ്ട. ഒരു എക്സ്ട്രാ ഞാൻ എഴുതിപ്പോയതാണ്. പിന്നെ വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് എൻഷുവർ സ്റ്റേബിൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡെസ്പൈറ്റ് ഫ്ലക്ച്വേഷൻ ഇൻ ഇൻപുട്ട്. വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾക്കറിയാം, ഇൻപുട്ടിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിലും ഔട്ട്പുട്ടിൽ എന്തുണ്ടാവില്ല, ഫ്ലക്ച്വേഷൻ ഒന്നുമില്ല. ഈ ഇൻപുട്ടിൽ നടക്കുന്ന ഫ്ലക്ച്വേഷൻ എഫക്റ്റ് ചെയ്യരുത് എവിടെ, ഔട്ട്പുട്ടിൽ. അത് എൻഷുർ ചെയ്യാനും ആരെ യൂസ് ചെയ്യാറുണ്ട്, ഡയോഡുകളെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പ്രൊട്ടക്ഷൻ.
എക്സസീവ് ആയിട്ട് വോൾട്ടേജ് വരുന്ന സമയത്ത് നമുക്കറിയാം നമ്മളെ ഇലക്ട്രോണിക്സോ ഇലക്ട്രിക്കൽ ഡിവൈസുകളോ ഒക്കെ ചിലപ്പോൾ എന്താവും, ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള കോമ്പണൻസിനെയൊക്കെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യാറുണ്ട്, നമ്മൾ ഡയോഡുകളെ യൂസ് ചെയ്യാറുണ്ട്. അതിനൊക്കെ ഓരോന്നിനും ഓരോ ഡയോഡുകളാണ്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരുപാട് പറയാനുണ്ട്. നിങ്ങൾ ലാബിൻ്റെ ഇതൊക്കെ നോക്കുമ്പോൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇനി അടുത്തതാണ് ട്രാൻസിസ്റ്റേഴ്സ്. ട്രാൻസിസ്റ്റേഴ്സും ഇതേപോലെ തന്നെ ഫണ്ടമെന്റൽ കോമ്പണൻസ് ഇൻ ഇലക്ട്രോണിക്സ്, ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസുകൾ, ഇതൊക്കെ എഴുതിക്കൊള്ളാം. അതെല്ലാത്തിലും എഴുതാം. ഈ പറയുന്ന പാസീവ് ആൻഡ് ആക്റ്റീവ് കോമ്പണൻസിൽ ഏതിലും എഴുതാം. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് എ സ്മോൾ എമൗണ്ട് ഓഫ് കറണ്ട് അറ്റ് ബേസ് ടെർമിനൽ. ഇതിന് 3 ടെർമിനൽസ് ഉണ്ട്, എമിറ്റർ, കളക്ടർ, ബേസ്. അപ്പോൾ ഈ ബേസ് ടെർമിനലിനകത്ത് ഒരു ചെറിയ എമൗണ്ട് ഓഫ് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റേഴ്സ് എന്താവും, ആംപ്ലിഫൈ ഓർ സ്വിച്ച് ഇലക്ട്രോണിക് സിഗ്നലുകളെ ട്രാൻസിസ്റ്റർ ആംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ സ്ട്രെങ്തൻ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ അതിനെ സ്വിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യും. അതിനെന്ത് മതി, വളരെ ചെറിയ എമൗണ്ട് ഓഫ് കറണ്ട് മതി. പിന്നെ ഈ ട്രാൻസിസ്റ്ററുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹിസ്റ്ററി പഠിക്കുമ്പോൾ. ട്രാൻസിസ്റ്റേഴ്സിന്റെ കണ്ടുപിടുത്തം ഭയങ്കര വലിയൊരു ചേഞ്ചാണ് കൊണ്ടുവന്ന കമ്പ്യൂട്ടറിന്റെ ഒക്കെ ഫീൽഡിൽ നിന്ന്. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര എഫിഷ്യൻ്റ് ആണ്, എനർജി എഫിഷ്യൻറ്റും ആണ്, അതുപോലെ റിലയബിൾ ആണ് ഈ സാധനം ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ സൈസ് ഭയങ്കര ചെറുതാണ്, ക്യാരി ചെയ്യാനോ. നമ്മൾ പറഞ്ഞു ആദ്യം ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറൊക്കെ ഒരു ഫുൾ റൂം മുഴുവനും ഉണ്ടായിരുന്നു എന്നൊക്കെ. അങ്ങനെയുള്ള സൈസൊക്കെ ചെറുതാവാനുള്ള മെയിൻ കാരണം ഈ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. അതാണ് കോമ്പാക്ട് ഇൻ സൈസ്. കോമ്പാക്ട് ഇൻ സൈസ് എന്ന് പറഞ്ഞാൽ ചെറിയ സൈസ് ആയിരുന്നു, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടും എനർജി എഫിഷ്യൻ്റ് ആയിട്ടും വർക്ക് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓട്ടോമേഷൻ ഡിവൈസുകൾ, കമ്പ്യൂട്ടിംഗ് ഡിവൈസുകളിലും കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ഡിവൈസുകളിലും ഒക്കെ ഇതിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ യൂസ് ചെയ്യാറുണ്ട്. അത് ആക്സെപ്റ്റബിൾ ആയത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. ചെറുതാണ്, വില കുറവാണ്, എനർജി എഫിഷ്യൻ്റ് ആണ്, ഫാസ്റ്റർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ട്രാൻസിസ്റ്ററിന്റെ സിമ്പൽ ഇവിടെ തന്നിട്ടുണ്ട്, കാണാണ്ടോ നിങ്ങൾക്ക്? ബേസ്, കളക്ടർ, എമിറ്റർ. ഇതാ ഇവിടെ കാണാം, ഇതാണ് ബേസ്, ഇത് ഇ എന്ന് എഴുതിയത് എമിറ്റർ, ഇതാണ് കളക്ടർ. ഇനി ഇതിന്റെ സിമ്പലാണ് ഈ വരച്ചിരിക്കുന്നത്. ഇതൊരു എക്സാമ്പിൾ ഞാൻ കോപ്പി ചെയ്തിട്ടതാണ്. 1 എന്ന് പറയുന്നത് എമിറ്ററും 2 എന്ന് പറയുന്നത് ബേസും 3 എന്ന് പറയുന്നത് കളക്ടറുമാണ്. എപ്പോഴും ബേസ് മിഡിലാണ് എഴുതുന്നത്, കണ്ടോ? ഇനി ഒരു ട്രാൻസിസ്റ്ററിന് 3 ഡിസ്റ്റിങ്ക്റ്റ് റീജിയൻസ് ഉണ്ടാവും. ഒന്നാമത്തേതാണ് എമിറ്റർ, നിങ്ങൾ കണ്ടു അല്ലേ? എമിറ്റർ എന്ന് പറയുന്നത് ടോപ്പ് ലെയർ ആണ് ഏതിൻ്റെ, ട്രാൻസിസ്റ്ററിന്റെ. ഇനി സോഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണ്? ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണല്ലേ, ഇലക്ട്രോണുകളുടെ പ്രവാഹം. അതിനെയാണ് നമ്മൾ വൈദ്യുതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിന്റെ സോഴ്സ് വരുന്നത് എമിറ്റ് ചെയ്യുക അല്ലേ, പുറത്ത് വിടുക അല്ലെങ്കിൽ അങ്ങനെയല്ലേ. അപ്പൊ അത് ചെയ്യുന്നത് ആരാണ്? എമിറ്റർ ആണ്. നടുവിൽ കിടക്കുന്ന ആളാണ് ബേസ്, മിഡിൽ ലെയർ ആണ് ബേസ്. ഇറ്റ് ആക്ട്സ് ആസ് ദ കൺട്രോൾ ടെർമിനൽ, എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ബേസിലാണ് നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്നത്. കറണ്ട് പാസ് ചെയ്യുന്നത് വളരെ ചെറിയ അളവിൽ കറണ്ട് പാസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. മൂന്നാമത്തേതാണ് കളക്ടർ. കളക്ടർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബോട്ടം ലെയർ ആണ്. ഇറ്റ് സെർവ്സ് ആസ് ദ ഡ്രെയിൻ. ഡ്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, പുറത്തേക്ക് കളയുക, അല്ലെങ്കിൽ കളക്ടിങ് ഇലക്ട്രോൺ സെൻഡ് ഫ്രം എമിറ്റർ. എമിറ്റർ സെൻഡ് ചെയ്യുന്ന ഇലക്ട്രോണുകളൊക്കെ കളക്ട് ചെയ്യുന്ന ആളാണ് ആര്? കളക്ടർ. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ, ഈ സിമ്പലുകളും അതിൻ്റെ ഭാഗങ്ങളൊക്കെ. പിന്നെ ഇനി ഫംഗ്ഷൻ ആണ്, ട്രാൻസിസ്റ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, 4 എണ്ണം ഉണ്ട്, പഠിച്ചേ മതിയാവും. ആംപ്ലിഫിക്കേഷൻ, സ്വിച്ചിങ്, ഓസിലേഷൻ, കൺട്രോൾ. ഈ 4 എണ്ണം. ആംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആംപ്ലിഫിക്കേഷൻ എവിടെ കേട്ടാലും അപ്പം എഴുതിക്കോളുക, സിഗ്നൽ സ്ട്രെങ്തനിങ് ആണ്. വേറെ എവിടെയും അങ്ങനെ ഒരു ആംപ്ലിഫിക്കേഷൻ എന്നുള്ള ടേം നമ്മൾ പഠിക്കുന്നുണ്ടെന്ന് എൻ്റെ ഓർമ്മയിലില്ല. ബൈ കൺട്രോളിങ് കറണ്ട് ബിറ്റ്വീൻ എമിറ്റർ ആൻഡ് കളക്ടർ ബേസ്ഡ് ഓൺ ദ ഇൻപുട്ട് ഫ്രം ബേസ്. ബേസിൽ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് നമ്മൾ എമിറ്ററിന്റെയും കളക്ടറിന്റെയും ഇടയിലുള്ള കറണ്ടിനെ കൺട്രോൾ ചെയ്യും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വീക്ക് ആയിട്ടുള്ള സിഗ്നലുകളെ ആംപ്ലിഫൈ ചെയ്യുന്നു. ആരെ ഉപയോഗിച്ചിട്ട്? ട്രാൻസിസ്റ്റേഴ്സിനെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ആംപ്ലിഫയേഴ്സ് ആയിട്ട് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യാറുണ്ട്. ഇനി സ്വിച്ചിങ്. സ്വിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ
എന്തിനാ സ്വിച്ച് യൂസ് ചെയ്യുന്നത്? നമ്മൾ ആവശ്യം കഴിഞ്ഞ് സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്യും. അത് ഫാനോ ലൈറ്റോ എന്തെങ്കിലും ഡിവൈസുകളോ എന്തെങ്കിലും ആയിക്കോട്ടെ. അവിടെ കൺട്രോളിങ് തന്നെയാണ് നടക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓൺ ചെയ്യുന്നു, ആവശ്യമില്ലെങ്കിൽ അത് ഓഫ് ചെയ്യുന്നു. അതേ ഫംഗ്ഷനാണ് ഇവിടെയും ചെയ്യുന്നത്. ആക്ട്സ് ആസ് ഇലക്ട്രോണിക് സ്വിച്ചസ്. അലോയിങ് ഓർ ബ്ലോക്കിംഗ് കറണ്ട് ഫ്ലോ ബിറ്റ്വീൻ കളക്ടർ ആൻഡ് എമിറ്റർ. എമിറ്ററിന്റെയും കളക്ടറിന്റെയും ഇടയിലുള്ള കറണ്ട് ഫ്ലോവിനെ വേണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ അലോ ചെയ്യാം. അങ്ങനെ അത് സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യും. ഓസിലേറ്റിംഗ് സിഗ്നൽസ് ഉണ്ടാക്കാൻ, അതിനാണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ? ഓസിലേഷന്റെ ഡെഫിനിഷൻ ഒന്നും ഞാൻ പറയണ്ടല്ലോ. ഓസിലേറ്റിംഗ് സിഗ്നൽസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ, ഔട്ട്പുട്ട് സിഗ്നൽ എടുത്തിട്ട് അതിന്റെ ഒരു പോർഷൻ ഇൻപുട്ടായിട്ട് പിന്നെയും കൊടുക്കുന്നു. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സിലും അതുപോലെ ഓഡിയോ ഓസിലേറ്റേഴ്സിലൊക്കെയാണ്. മൂന്നാമത്തേതാണ് കൺട്രോൾ. കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ കൺട്രോൾ സർക്യൂട്ടുകൾ, വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാനുള്ള. വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യത്തിന് മാത്രം കറണ്ട്, ആവശ്യം അല്ലെങ്കിൽ കൂടുതലായിട്ട് വരുന്ന എക്സസ് ആയിട്ട് വരുന്ന കറണ്ടിന് തടയാൻ, അങ്ങനെയൊക്കെ. ഇൻ കൺട്രോൾ സർക്യൂട്ട്, ട്രാൻസിസ്റ്റേഴ്സ് മോഡുലേറ്റ് ഇൻപുട്ട് സിഗ്നൽസ് അറ്റ് ദ ബേസ് ടെർമിനൽ ടു റെഗുലേറ്റ് വോൾട്ടേജ്. വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ ഇൻപുട്ട് സിഗ്നലുകളെ എന്ത് ചെയ്യും? ബേസ് ടെർമിനലിലുള്ള ഇൻപുട്ട് സിഗ്നലുകൾ മോഡുലേറ്റ് ചെയ്യും. To regulate voltage, control motor speed and execute logical operations in digital circuit. ഡിജിറ്റൽ സർക്യൂട്ടുകളിൽ മെയിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ലോജിക്കൽ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യാം, അതൊക്കെ കൺട്രോൾ ചെയ്യാം. അതുപോലെ മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം, വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാം, വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാം. ഇതൊക്കെയാണ് കൺട്രോൾ ഫംഗ്ഷൻ ആയിട്ട് വരുന്ന ട്രാൻസിസ്റ്ററിന്റെ. ഇനിയാണ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഇറ്റ് ഈസ് നോൺ ആസ് എ മൈക്രോ ചിപ്സ്, അല്ലെങ്കിൽ IC എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ മൈക്രോ ചിപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ വെറുതെ ചിപ്സ് എന്ന് പറയും. അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഈ ഡയോഡുകളും ട്രാൻസിസ്റ്ററുകളും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് എന്ത്? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇതും അതെ, ഒരു സിംഗിൾ ചിപ്പിന്റെ മുകളിൽ എല്ലാം കൂടെ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ പറഞ്ഞ ഡയോഡുകൾ, ട്രാൻസിസ്റ്റേഴ്സും എല്ലാം. ട്രാൻസിസ്റ്റേഴ്സിന്റെ ഡയോഡ്, റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ് എല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ IC-കൾ എന്ന് പറയുന്നത് വലിയൊരു റെവല്യൂഷൻ ആണ് കൊണ്ടുവന്നത്. ഏതിന്റെ ഫീൽഡിൽ? കമ്പ്യൂട്ടറിന്റെ ഫീൽഡിൽ. വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടറി ഉണ്ട് എന്തിന്? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിന്. ഭയങ്കര കോമ്പാക്റ്റ് ആണ്. ഭയങ്കര സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. നിങ്ങൾ ഇന്റലിന്റെ ഒക്കെ പരസ്യം കണ്ടിട്ടുണ്ടാവും. ഇന്റലിന്റെ ചിപ്പ് തപ്പിയിട്ട് ആൾക്കാർ നടക്കുന്നതും കണ്ടിട്ടുണ്ടോ? ഒരു വിരലിൽ ഇങ്ങനെ തൊട്ടെടുക്കുന്നതും ഒക്കെ ആയിട്ടൊരു പരസ്യമുണ്ട്. സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അത്രയും സൈസ് എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ ഒരുപാട് അഡ്വാൻറ്റേജുകൾ, സൈസ് ചെറുതാണ്, പവർ കൺസംഷൻ കുറവാണ്, അത് നോട്ട് ചെയ്യണം കേട്ടോ. ആ പോയിന്റുകൾ എഴുതി വെച്ചോളൂ. റെഡ്യൂസ്ഡ് സൈസ് ഞാൻ സ്ലൈഡിൽ എഴുതിയില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ലോവർ പവർ കൺസംഷൻ, കുറച്ച് പവർ മതി ഇതിനൊക്കെ. ട്രാൻസിസ്റ്റർ ആയാലും ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകളായാലും അതിൻ്റെയൊക്കെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പവർ കൺസംഷൻ വളരെ കുറച്ച് മതി. ആൻഡ് ഇൻക്രീസ്ഡ് റിലയബിലിറ്റി കമ്പയർഡ് ടു ഡിസ്ക്രീറ്റ് ഇലക്ട്രോണിക് കോമ്പണന്റ്. ഡിസ്ക്രീറ്റ് ഇലക്ട്രോണിക് കോമ്പണന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് റിലയബിലിറ്റി കൂടുതൽ. എന്താ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ? വിശ്വാസ്യത. കറക്റ്റായിട്ട് വർക്ക് ചെയ്യും എന്നുള്ള ഒരു ഉറപ്പുണ്ടാവുക, അതിനാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് റിലയബിൾ ആണ്, വിശ്വസിക്കാവുന്നതാണ്. ഇനി കുറച്ച് ടൈപ്പുകൾ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ അതിന്റെ പേരൊന്നും പഠിക്കണമെന്നില്ല, വേണമെങ്കിൽ 2 പഠിച്ചു വെച്ചോളൂ. അന്ന് ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. എക്സാമ്പിൾ എഴുതാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. പിന്നെ ഇതിന്റെ സിമ്പൽ, ഈ സൈഡിലുള്ളത് സിമ്പലാണ്, റൈറ്റ് സൈഡിലുള്ള ഇതാണ് IC-ന്റെ സിമ്പൽ. ഇത് പലതരത്തിലുണ്ട്. നിങ്ങൾ നെറ്റിൽ നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളതൊക്കെ വേണമെങ്കിൽ വരച്ചോളൂ. ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് പിൻ നമ്പർ മാർക്ക് ചെയ്താൽ മതി. ആ ഗ്രൗണ്ടും വോൾട്ടേജും മാർക്ക് ചെയ്യുക. ബാക്കി ട്രിഗർ, ഔട്ട്പുട്ട്, റീസെറ്റ് എന്നൊന്നും കണ്ടിട്ട് പേടിക്കണ്ട. അതൊന്നും ചെയ്തില്ലെങ്കിലും വെറുതെ പിന്നിന്റെ വര മാത്രം മതി. ഈ എഴുതിയതില്ലെങ്കിലും കുഴപ്പമില്ല. ട്രിഗർ, ഔട്ട്പുട്ട്, റീസെറ്റ്, ഡിസ്ചാർജ്, ത്രെഷോൾഡ്, കൺട്രോൾ വോൾട്ടേജ്, ഈ എഴുത്തുകളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ പിന്നുകൾ അവിടെ വരച്ചു വെക്കും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ഫിഗർ ഡൗൺലോഡ് ചെയ്തെടുത്തു എന്ന് മാത്രം. ഇനി ഇതിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സിഗ്നൽ പ്രോസസ്സിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനറേറ്റ് ചെയ്യുന്നു, മോഡുലേറ്റ് ചെയ്യുന്നു, ഡിമോഡുലേറ്റ് ചെയ്യുന്നു, ഫിൽട്ടർ ചെയ്യുന്നു. ഫിൽട്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സിഗ്നലുകളെ കളയുക, അല്ലെ? അരിച്ചെടുക്കുക എന്നൊക്കെ നമ്മൾ പറയും.
രണ്ടാമത്തേത് കൺട്രോൾ ആൻഡ് ലോജിക്. എനേബിൾ എക്സിക്യൂഷൻ ഓഫ് കോംപ്ലക്സ് അൽഗോരിതംസ് ത്രൂ ഡിജിറ്റൽ ബിൽഡിംഗ് ബ്ലോക്ക്. ഡിജിറ്റൽ ബിൽഡിംഗ് ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നതിൽ കൂടെ നമ്മൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് വരെ നമുക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കും ആര്? ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. അത് നമുക്കറിയാം, അതൊരു പുതിയ കാര്യമൊന്നുമല്ല. മെമ്മറി ആയിട്ട് എംപ്ലോയിഡ് ഫോർ മെമ്മറി സ്റ്റോറേജിന് വേണ്ടിയും എന്ത് യൂസ് ചെയ്യാറുണ്ട്? പെർമനന്റ് മെമ്മറി ആവാം, ടെമ്പററി മെമ്മറി ആവാം. നിങ്ങൾക്കറിയാം റോം എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും റാം ആവുമ്പോൾ എന്താണ് മാറിക്കൊണ്ടേയിരിക്കും അതിനകത്തുള്ള ഡാറ്റ. ഫ്ലാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ USB ഒക്കെ പോലെയുള്ള സംഭവങ്ങൾ, അതിലൊക്കെ പെർമനന്റ് സ്റ്റോറേജ് ആണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള മെമ്മറികൾ എംപ്ലോയ് ചെയ്യാനും ആരെ യൂസ് ചെയ്യാറുണ്ട്? ഇന്റഗ്രേറ്റഡ് ചിപ്പുകൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ അറിയാം, വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നെറ്റ്വർക്കിംഗ് ഉണ്ട്, ഡാറ്റ ട്രാൻസ്മിഷൻ ഉണ്ട്, അതുപോലെ മോഡം എന്ന് പറഞ്ഞാൽ ഡിമോഡുലേഷൻ, മോഡുലേഷൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഫിൽറ്റേഴ്സ് ഉണ്ട്. ഇതിനൊക്കെ ആര് സഹായിക്കുന്നുണ്ട്? ഇന്റഗ്രേറ്റഡ് ചിപ്പുകൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട്, അതുപോലെ പവർ സ്വിച്ചസ് ആൻഡ് ബാറ്ററി മാനേജ്മെന്റ് സർക്യൂട്ട് ടു ഒപ്റ്റിമൈസ് എനർജി. ഏത് ഡിവൈസ് ഉണ്ടാക്കുമ്പോഴും അതിനകത്ത് മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? ഒപ്റ്റിമൈസ്ഡ് എനർജി. വളരെ ഒപ്റ്റിമം അല്ലെങ്കിൽ വളരെ ചെറിയ എനർജി കൊണ്ട് നന്നായി വർക്ക് ചെയ്യാൻ പറ്റണം. അതൊരു വലിയ ബെനിഫിറ്റ് ആണ്. അപ്പൊ അത് ചെയ്യാനും അതാണ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഈ ബാറ്ററി മാനേജ് ചെയ്യുക, നമുക്കറിയാം പവർ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒപ്റ്റിമൈസ് എനർജി യൂസ് ചെയ്യുന്നെങ്കിൽ ബാറ്ററിന്റെ ലൈഫ് കൂടും, ഉറപ്പല്ലേ? ഇതൊക്കെയാണ് ട്രാൻസിസ്റ്റേഴ്സിന്റെ IC ചിപ്പിന്റെ ഫങ്ഷൻസ്. ഇതോടെ ഈ സ്ലൈഡ് കൂടെ കഴിയണം.